അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 21 നോക്കാം. ഇന്റിജർ ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യാണ്. ഇവിടെ മുതൽ സെക്ഷൻ ബി ഇന്റിജർ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ലെറ്റ് ഡിറ്റർമിനന്റ് a equal to 6 where a is a 3x3 matrix. If determinant of adjoint of 3 adjoint of a square adjoint of 2a equal to 2 raised to m 3 raised to n then m plus n is equal to. ഇതിപ്പോ കുറെ ആയിട്ട് ഈ ടൈപ്പ് ചോദ്യം അഡ്ജോയിന്റിനുള്ളിൽ അഡ്ജോയിന്റ് ഒക്കെ വെച്ചിട്ട് ലാസ്റ്റ് അതിന് ഡിറ്റർമിനന്റ് 2ന്റെയും 3ന്റെയും പവർ ആയിട്ട് ചോദിക്കുന്നത്. ഇതിന് മുന്നേ ഇതേപോലത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഉള്ളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ പുറത്തുനിന്ന് ഉള്ളിലേക്ക് പോവാം. ഞാനിപ്പോൾ ഉള്ളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. അഡ്ജോയിന്റ് ഓഫ് 2a. അഡ്ജോയിന്റ് ഓഫ് 2a എന്താണ്? അഡ്ജോയിന്റ് ഓഫ് k എന്താ? അഡ്ജോയിന്റ് ഓഫ് k is equal to k raised to n minus 1 into adjoint of a ആണ്. ഇതൊക്കെ പഠിച്ചു വെക്കുക. ഇത് പഠിച്ച് ഒന്നെങ്കിൽ ഇതെല്ലാം കാണാതെ പഠിച്ചു വെക്കുക. ഇനിയിപ്പോ അത് അറിയില്ല എന്നുണ്ടെങ്കിലും അപ്പൊ വെച്ചുണ്ടാക്കാം. അപ്പൊ ഉപയോഗിക്കേണ്ട ഇതാണ് a into adjoint a equal to determinant a into i, അല്ലെങ്കിൽ a inverse equal to adjoint a by determinant a. രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പൊ ഇത് വെച്ചിട്ട് അവിടെ എക്ക് പകരം കെ ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ഈ ഇക്വേഷൻക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് അപ്പോ ഓർമ്മയില്ല, കാണാതെ പഠിച്ച ഓർമ്മയില്ല എന്നുണ്ടെങ്കിൽ ഡിറൈവ് ചെയ്ത് എത്തിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ അഡ്ജോയിന്റ് ഓഫ് 2a എന്താന്ന് ചോദിച്ചാൽ 2 raised to 2 അഡ്ജോയിന്റ് ഓഫ് a ആണ് ഇവിടത്തെ കേസിൽ. കാരണം n ഇവിടെ 3 ആണ്. 4 അഡ്ജോയിന്റ് ഓഫ് a. അപ്പൊ ഇത് 4 അഡ്ജോയിന്റ് ഓഫ് a ആണ്. ഇനി അതിന്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്യണം? ഇനി അതിന്റെ കൂടെ അടുത്ത് മൾട്ടിപ്ലൈ ചെയ്യാനുള്ളത് 2a ആണ്, അല്ല a സ്ക്വയർ ആണ്. അപ്പൊ a സ്ക്വയർ ഇൻറ്റു 4 അഡ്ജോയിന്റ് ഓഫ് a. അപ്പൊ 4a ഇൻറ്റു അഡ്ജോയിന്റ് ഓഫ് a എന്ന് വരും. a ഇൻറ്റു അഡ്ജോയിന്റ് ഓഫ് a എന്താ? അതാണ് ഡിറ്റർമിനന്റ് a ഇൻറ്റു i. അപ്പൊ അത് 4 ഡിറ്റർമിനന്റ് a ഇൻറ്റു a ആണ്. അത് 4 ഡിറ്റർമിനന്റ് a ഇൻറ്റു a ആണ്. ഡിറ്റർമിനന്റ് a ഇവിടെ 6 ആണ്. അപ്പൊ 24a ആണ്. അപ്പൊ ഇത്രയും ചെയ്തപ്പോ ഇപ്പൊ 24a ആയി. ഇനി അടുത്തത് അതിന്റെ അഡ്ജോയിന്റ് എടുക്കണം. ഇനി അടുത്തത് എന്താ? അതിന് അഡ്ജോയിന്റ് എടുക്കണം. അപ്പൊ അഡ്ജോയിന്റ് ഓഫ് 24a എന്താന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അഡ്ജോയിന്റ് ഓഫ് 24a ഒരു പുറത്തൊരു 3 കൂടി ഉണ്ട്, അതും കൂടി എടുക്കുന്നു. അപ്പൊ 3 ഇൻറ്റു അഡ്ജോയിന്റ് ഓഫ് 24 എന്താണെന്നാണ് അടുത്തത്. അഡ്ജോയിന്റ് ഓഫ് k എന്താ നമ്മൾ ആദ്യം കണ്ടു. അഡ്ജോയിന്റ് ഓഫ് k എന്ന് പറഞ്ഞാൽ എന്താ? k raised to n minus 1 ഇൻറ്റു അഡ്ജോയിന്റ് ഓഫ് a. അപ്പൊ 24 raised to 2 ഇൻറ്റു അഡ്ജോയിന്റ് ഓഫ് a. 24 raised to 2 ഇൻറ്റു അഡ്ജോയിന്റ് ഓഫ് a. അപ്പൊ അത്രയായി. ഇനി ചെയ്യാനുള്ള എന്താ? ഇനി ഇതിന്റെ അഡ്ജോയിന്റ് എടുക്കണം. അഡ്ജോയിന്റ് ഓഫ് 3 ഇൻറ്റു 24a സ്ക്വയർ ഇൻറ്റു അഡ്ജോയിന്റ് ഓഫ് a. അഡ്ജോയിന്റ് ഓഫ് a. അപ്പൊ ഇതിനെ നമ്മൾ ഒരു a ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. അപ്പൊ ഇത് ജസ്റ്റ് അഡ്ജോയിന്റ് ഓഫ് k ആണ്. അഡ്ജോയിന്റ് ഓഫ് k എന്താ? k raised to n minus 1. അപ്പൊ 3 ഇൻറ്റു 24 ഹോൾ സ്ക്വയർ അതിന്റെ സ്ക്വയർ ഇൻറ്റു അഡ്ജോയിന്റ് ഓഫ് a. അഡ്ജോയിന്റ് ഓഫ് അഡ്ജോയിന്റ് a. ഇവിടെ അഡ്ജോയിന്റ് ഓഫ് അഡ്ജോയിന്റ് a വരും, കാരണം a ആയിട്ട് എടുത്ത അഡ്ജോയിന്റ് ഓഫ് a ആണ്. ദിസ് ഇസ് 3 സ്ക്വയർ ഇൻറ്റു ഈ 24 raised to 4 ആവും. അപ്പോ അഡ്ജോയിന്റ് ഓഫ് അഡ്ജോയിന്റ് a എന്താ? അഡ്ജോയിന്റ് ഓഫ് അഡ്ജോയിന്റ് a എന്താണ്? അല്ലെങ്കിൽ അഡ്ജോയിന്റ് ഓഫ് അഡ്ജോയിന്റ് a. ഓക്കെ, അഡ്ജോയിന്റ് ഓഫ് അഡ്ജോയിന്റ് a കാണാം. അത് പ്രൂവ് ചെയ്ത് കാണിക്കാം. a ഇൻറ്റു അഡ്ജോയിന്റ് ഓഫ് a എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഇത് പ്രൂവ് ചെയ്യേണ്ടത്? അപ്പൊ അറിയില്ല എന്നെങ്കിൽ അപ്പൊ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. a ഇൻറ്റു അഡ്ജോയിന്റ് ഓഫ് ഡിറ്റർമിനന്റ് a ഇൻറ്റു i ആണ്. അപ്പൊ ഇവിടെ എക്ക് പകരം എല്ലാത്തിനും അഡ്ജോയിന്റ് കൊടുക്കുന്നു. അഡ്ജോയിന്റ് അഡ്ജോയിന്റ് ഓഫ് അഡ്ജോയിന്റ് അല്ലെങ്കിൽ അഡ്ജോയിന്റ് ഓഫ് അഡ്ജോയിന്റ് ഇവിടെ ഇപ്പൊ കാണണമെന്നില്ല, വേണമെങ്കിൽ കാണാം. പക്ഷെ ഇവിടെ ലാസ്റ്റ് ഡിറ്റർമിനന്റ് എടുക്കാനല്ലേ, അപ്പൊ എന്റെ ആവശ്യമില്ല. ഇതാണ് ലാസ്റ്റ് നമുക്ക് വേണ്ടത്, ഇതാണ്. ഇനി ലാസ്റ്റ് ഇതിന്റെ അഡ്ജോയിന്റ്, ഇതിന്റെ ഡിറ്റർമിനന്റ് ആണ് എടുക്കേണ്ടത്. 24 raised to 4 അഡ്ജോയിന്റ് ഓഫ് അഡ്ജോയിന്റ് ഇതെന്താന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഡിറ്റർമിനന്റ് ഓഫ് k എന്താ? k raised to n ഡിറ്റർമിനന്റ് ഓഫ് a. അപ്പൊ ഇവിടെ k ആയിട്ട് ഇതുണ്ട്. അപ്പൊ അതിന്റെ
അതിന്റെ എന്ത് വരും റേസ് ടു n 3 ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജോയിന്റ്. ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജോയിന്റ് എന്താ? അഡ്ജോയിന്റ് റേസ് ടു n-1 ആണ്. അപ്പൊ ഇവിടെ ഡിറ്റർമിനന്റ് സ്ക്വയർ. ഈ എക്ക് പകരം അഡ്ജോയിന്റ് കൊടുക്കുന്നു. അപ്പൊ ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജോയിന്റ് എന്താവും? ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജോയിന്റ് സ്ക്വയർ. ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജോയിന്റ് എന്താ? ഡിറ്റർമിനന്റ് ഓഫ് എ സ്ക്വയർ. ഇനി അതിന്റെ സ്ക്വയർ. അപ്പൊ ഡിറ്റർമിനന്റ് എ റേസ് ടു 4. അപ്പൊ ഇവിടെ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇവിടെ 3 റേസ് ടു 6, 24 റേസ് ടു 12, പിന്നെ ഡിറ്റർമിനന്റ് റേസ് ടു 4. 3 റേസ് ടു 6 24നെ 24നെ എന്താക്കും? 8 into 3. അപ്പോ 2 റേസ് ടു 3 into 3 റേസ് ടു 12. ഇത് 6 റേസ് ടു 4. അപ്പൊ ലാസ്റ്റ് ആൻസർ ഇതാണ്. 3 റേസ് ടു 6 ഉണ്ട്, 2 റേസ് ടു 36 ഉണ്ട്, 3 റേസ് ടു 12 ഉണ്ട്, 6 റേസ് ടു 4 എന്ന് പറയുമ്പോൾ 3 into 2 റേസ് ടു 4. അപ്പൊ 3 റേസ് ടു 18 ആയി, 2 റേസ് ടു 36 ആയി, 3 റേസ് ടു 4 ആയി, 2 റേസ് ടു 4 ആയി, മൊത്തം 3 റേസ് ടു 22, 2 റേസ് ടു 40. ഇതാണ് ആൻസർ. 3 റേസ് ടു 22, 2 റേസ് ടു 40. അപ്പൊ m+n എത്ര വരും? 62. 62 ആണ് ആൻസർ. ഇതിപ്പോ ഉള്ളിന്ന് പുറത്തോട്ടാണ് ചെയ്ത് വേണമെങ്കിൽ ഉള്ളിന്ന് പുറത്തോട്ടാണ് ചെയ്ത് വേണമെങ്കിൽ പുറത്തുനിന്ന് ഉള്ളിലേക്കും ചെയ്യാം. അപ്പൊ ആൻസർ 62 ആണ്. 62 ആണ് ആൻസർ.